സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC ഇന്ന് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/2026 ആണ്. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു, വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 ആണ്. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 ആണ്. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിനാറിയും സ്ഥാപിച്ചു. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841 ആണ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, എയും ഡിയും. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്ന ബോംബെ, ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ബി, സി, എ, ഡി. അടുത്ത ചോദ്യം, താഴെ തന്നവയിൽ നിന്നും ശരിയായ 2 പ്രസ്താവനകളുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബി ആൻഡ് ഡി. ബി, ഡി. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ആയിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. സി. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഊർജതന്ത്രം. ഓപ്ഷൻ ബി, ജോൺ എം മാർട്ടിനസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയ പാത ഏതാണ്? ഓപ്ഷൻ ഡി, 130 സി. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, 150 മീറ്റർ മുതൽ 600 മുതൽ 900 മീറ്റർ വരെ. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. നീർത്തടങ്ങൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലങ്ങളിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥാപര വരൾച്ച. വിളകൾക്ക് വളരുവാൻ ആവശ്യമായ മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്നറിയപ്പെടുന്നത്. വിവിധ സംഭരണികളിലും ജലലഭ്യതകൾ, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാർൽ റിട്ടർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷോഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്നറിയപ്പെടുന്നു. താപ വിപര്യം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഡി, ദശവർഷ പദ്ധതി. എം വിശ്വേശ്വരയ്യ. ഗാന്ധിയൻ പ്ലാൻ. SN അഗർവാൾ. ദേശീയ ആസൂത്രണ കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാൻ. JRD ടാറ്റ.
ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ബ്രസീലാണ്. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, ഗ്രാമീണ വായ്പകളുടെ ഒരു ഉന്നത സ്ഥാപനം, നബാർഡ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ സാധിച്ചു. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. പ്രസ്താവന 1, വിദേശ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. അപകടകരമായ വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 12%, 28%. താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? പ്രായപൂർത്തി വോട്ടവകാശം. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് സമവർത്തി പട്ടിക. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ എ TH മാർഷൽ. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. രാജ്യസഭ സ്ഥിരം സഭയാകുന്നു, രാജ്യസഭ ഉപരിസഭയാകുന്നു, രാജ്യസഭാംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു, രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓൺലി 1 and 2. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? ഓപ്ഷൻ സി 1 and 4. ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSTMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ ഓസ്കർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 40. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏത്? കിൻഫ്ര. ഓപ്ഷൻ എ കിൻഫ്ര. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ റഹത്കർ. ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. സി ആണ്. ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം.
ഒരു സ്വയം പ്രതിരോധ രോഗമാണ് മയസ്തേനിയ ഗ്രേവിസ്. ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഓപ്ഷൻ സി 1, 3. 1, 3. കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ് ഓപ്ഷൻ എ. സ്റ്റിറോയിഡുകളില്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമം ഉള്ള ഗർഭനിരോധന ഗുളികയാണ് സഹേലി. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് അസോസ്പൈറില്ലം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. ഒരു യന്ത്രത്തോക്കിൽ നിന്നും ഒരു സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം ഓപ്ഷൻ എ NMV. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം ഭൂമിയുടെ 1/4 ഭാഗവുമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്ര? 22.4 km/s. താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഗ്രാവിറ്റേഷണൽ വേവ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. മെഴുകു കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം വെള്ളി. ഏതാനും ലായനികളുടെ pH മൂല്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ സി 3, 4. pH 8, pH 12. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? ഗീതാ ഗോവിന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. SK പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏത്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളി. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 52ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 53 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 54ാമത്തെ ചോദ്യം 54 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 55 ഓപ്ഷൻ എ. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 57 ഓപ്ഷൻ ഡി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 59 ഓപ്ഷൻ സി. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് യു ഹാഡ് ഗോൺ ദർ യു ഡാഷ് വുഡ് ഹാവ് മെറ്റ്. Pick out the correctly spelled word from the following. Option A. Fill in the blank using the appropriate form of the verb. The government decided to abolish rationing. Select the appropriate question tag. I am good. Aren't I? Choose the correct plural form of the word loves.
ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലൈസ്. അടുത്ത ചോദ്യം, ദ അന്റോണിയം ഓഫ് മിറ്റിഗേറ്റ് ഈസ്? ഓപ്ഷൻ എ, അഗ്രവേറ്റ്. യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഷീ ഈസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ് അറ്റ്. Choose the correct article. I saw dash one-eyed man. A. Past tense of shoot is shot. Choose the correct alternative. Neither of us dash coffee. Likes. മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി, ഊർധ്വശ്വാസം. വിൽ ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏത്? നിഷ്ഫലയജ്ഞം. നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? നിഷ്കാമം, കാമം ഇല്ലാത്തത്. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി, ആമോദത്തോടെയാണ് സിനിമാ നടന് ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്തത് പത്രി. ആട് അറിയുമോ അങ്ങാടി വാണിഭം? ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഉനിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഊത് പ്ലസ് നിദ്രം. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം രക്ഷാകർത്തൃ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഭാഗവതർ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? പ്രതിഗ്രാഹിക. അബ്കാരി നിയമപ്രകാരം ഏത് പ്രായപരിധിയിൽ കുറവുള്ളവർക്കാണ് മദ്യം വിൽപ്പന നടത്തുവാൻ പാടില്ലാത്തത്? ഓപ്ഷൻ സി, 23. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ട് ഉള്ളത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 4ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കുവാൻ നിയമപരമായി അനുവദിച്ചിട്ടുള്ള അളവ്? ഓപ്ഷൻ ബി, 1, 3, 4 ശരിയാണ്. പാനയോഗ്യമായ മദ്യത്തിൻ്റെ രാസനാമം? C2H5OH. താഴെ പറയുന്നവയിൽ നാർക്കോട്ടിക് ഡ്രഗ് ഏതാണ്? കറുപ്പ് അല്ലെങ്കിൽ ഓപ്പിയം. NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് നൽകുവാൻ കഴിയുന്ന പരമാവധി ശിക്ഷ വധശിക്ഷ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം വെയർഹൗസ് ഒരു ബോണ്ടഡ് പ്രിമൈസസ് ആയി കണക്കാക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി, നികുതി അടയ്ക്കാതെ സർക്കാർ മേൽനോട്ടത്തിൽ മദ്യം സൂക്ഷിക്കാം. ഡിസ്റ്റിലറി ആൻഡ് റൂൾസ് പ്രകാരം മദ്യം നഷ്ടപ്പെടുകയോ ചോർച്ച സംഭവിക്കുകയോ ചെയ്താൽ ഉത്തരവാദിത്തം ആരുടേതായിരിക്കും? ഓപ്ഷൻ സി, 3, ബന്ധപ്പെട്ട ലൈസൻസ് ഉടമ. കേരളത്തിൽ ഡിസ്റ്റിലറി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1968. കേരള സംസ്ഥാനത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രൈ ഡേ അല്ലാത്തവ ഏത്? ഓപ്ഷൻ സി, ക്രിസ്മസ് ദിനം. കേരള സർക്കാർ അംഗീകൃത വിനോദസഞ്ചാര മേഖലയിൽ ബാർ ഹോട്ടൽ പ്രവർത്തന സമയം? ഓപ്ഷൻ സി ആണ്, രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ. 4 സ്റ്റാർ ഹോട്ടലിന് FL3 ലൈസൻസ് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അമ്പലം, പള്ളി, ശ്മശാനം എന്നിവയിൽ നിന്ന് വേണ്ട ദൂരപരിധി 50 മീറ്റർ. കോട്ട്പ 2003 പ്രകാരം ഓപ്ഷൻ സി ആണ്, എ ആൻഡ് ബി. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. 30 റൂമിന് മുകളിലുള്ള ഹോട്ടൽ, 30 പേർക്ക് മുകളിൽ ഇരിപ്പിടമുള്ള റെസ്റ്റോറൻറ്റ്, എയർപോർട്ട്സ് എന്നിവയിൽ കോട്ട്പ 2003 പ്രകാരം പ്രത്യേകം പുക വലിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം നൽകണം. സിഗരറ്റ് പാക്കിലോ പുകയില ഉൽപ്പന്നങ്ങളിലോ പാക്കറ്റിലോ ഇംഗ്ലീഷ് ഭാഷയിൽ ലേബൽ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ കോട്ട്പ 2003 പ്രകാരം ഇംഗ്ലീഷ് ഭാഷയിൽ മുന്നറിയിപ്പ് നൽകേണ്ടതാണ്.
വിമുക്തി മിഷന്റെ പദ്ധതി പ്രകാരം കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് കോളേജ് ക്യാമ്പസിൽ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നേർക്കൂട്ടം. വിമുക്തി മിഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. വിമുക്തി മിഷനുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി, ലഹരി കടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. ഒരു റെസ്റ്റോറൻറ്റ് ജീവനക്കാരൻ അവിടുത്തെ ബാത്റൂമിൽ ഒളിപ്പിച്ച് ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അവയെ ഒരു അശ്ലീല സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഈ കേസിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഏറ്റവും പ്രസക്തമായ സെക്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, സെക്ഷൻ 66E, 67 രണ്ടും. അവസാനത്തെ ചോദ്യം, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിനിടെ ലഭിച്ച ആധാർ കാർഡുകളുടെ ഡിജിറ്റൽ കോപ്പികൾ സുഹൃത്തിനു കൈമാറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഏത് സെക്ഷൻ ഇവിടെ പ്രസക്തമാകുന്നു? സെക്ഷൻ 72. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.